കോംപ്രമൈസ് ചർച്ച വന്നു. 3 പശുവിനെ കട്ടുകൊണ്ട് അവൻ കഷ്ടപ്പെട്ട് കട്ടുകൊണ്ട് പോയതല്ലേ, ഒരു കാര്യം ചെയ്യും, 2 പശുവിനെ അവന് കൊടുക്ക്, ഒരെണ്ണം നിങ്ങൾ കൊണ്ടുപോകും. ഇതാണ് കോംപ്രമൈസ്. ഇതാണ് സിനഡിലെ നടക്കുന്ന നമ്മളോട് പറയുന്ന കോംപ്രമൈസ്. ഇത്തരത്തിലുള്ള കോംപ്രമൈസിനെ എറണാകുളം അങ്കമാലി അതിരൂപത തയ്യാറല്ല. ഞങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള ഞങ്ങൾക്ക് അധികാരമില്ലെങ്കിലും ഞങ്ങൾ അതിനു വേണ്ടി കഠിന പ്രയത്നം, നമ്മുടെ ഏറ്റവും അതിൽ ഉദാഹരണം ഞങ്ങളുടെ അച്ഛന്മാരെയാണ്. ഞങ്ങൾക്ക് മാതൃക കാണിച്ചതുള്ള എപ്പോഴും അച്ഛന്മാർ. ഞാൻ എപ്പോഴും അഹങ്കാരത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഞാൻ 2018 അതിരൂപത സ്ഥാനത്തേക്കാണ്. നമ്മളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനും നമ്മുടെ ആശയങ്ങളെ കേൾക്കാനും നമ്മളെ ഒരുമിച്ച് നിർത്താനും കഴിവുള്ള അല്ലെങ്കിൽ അതിനെ കൂടി നിർത്തുന്ന അച്ഛന്മാര്, അത് തന്നെയാണ് നമ്മുടെ അഹങ്കാരം. അത് തന്നെയാണ് നമ്മുടെ അച്ഛന്മാരെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇന്ന് ഈ അൽമായ മുന്നേറ്റം ഇത്രയും വർഷങ്ങളായിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ബലം. നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. ഈ സിനഡ് പിതാക്കന്മാരെ ആരവർക്കെതിരെ ശബ്ദിച്ചാലും അവരെ തലക്കടിക്കുന്ന ആ ഒരു പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ഞങ്ങൾ KCM ഉദാഹരണം പറഞ്ഞാല്, ഞങ്ങളുടെ KCM പ്രായപരിധി 35 വയസ്സാണ്. SMIന്റെ പ്രായപരിധി 30 ആക്കിയ ആ ഒരു പ്രവണത നമുക്കറിയാം. ഒരു 30-35 കാലഘട്ടത്തിലെ യുവജനങ്ങളാണ് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാൻ കപ്പാസിറ്റിയിലേക്ക് വരുന്ന യുവജനങ്ങൾ. അത് തടഞ്ഞുകൊണ്ട് 30 ആക്കിയ ഈ പ്രവണത കഴിഞ്ഞ ദിവസം തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും പാലക്കാടും രൂപതകൾ മാത്രമാണ് ഇപ്പോഴും 35 വയസ്സ് വരെ രൂപത ഭാരവാഹി സ്ഥാനത്തിൽ വയസ്സ് തുടർന്നുകൊണ്ട് പോകുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം തൃശ്ശൂര് അവരെ കൊണ്ട് പിതാവ് നിർബന്ധമായിട്ട് ഒപ്പിടിച്ചു. 30 വയസ്സായവര് രൂപത ഭാരവാഹിയാകാൻ പറ്റില്ല എന്ന്, 28 ആയവര് വേണമെങ്കിലാവും. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ 30 പോകേണ്ടത്. അപ്പൊ അവരുടെ ഉദ്ദേശം നമുക്ക് തികച്ചും വ്യക്തമാണ്, പകൽ പോലെ വെളിച്ചമാണ്. അവർക്കെതിരെ സംസാരിക്കാൻ ആരും വരരുത്. സംസാരിക്കുന്നവൻ തെറ്റുകാരൻ, അവൻ അനുസരണയില്ലാത്തവൻ. ഇത്തരത്തിലുള്ള പിതാക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളെ എത്ര അടിച്ചമർത്തിയാലും ഇവിടുത്തെ യുവജനങ്ങളല്ല, കൊച്ചുകുട്ടികളല്ല, ഓരോ എറണാകുളം അങ്കമാലി അതിരൂപത പുൽക്കൊടികൾ വരെ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് KCM.